ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 15-ാം അധ്യായം. എലിഫാസ് വീണ്ടും സംസാരിക്കുന്നു. തേമാന്യനായ എലിഫാസ് പറഞ്ഞു, ബുദ്ധിമാൻ പൊള്ളവാക്കുകൾ കൊണ്ട് വാദിക്കുമോ? അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുമോ? നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ? ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ? എന്നാൽ നിനക്ക് ദൈവഭയം ഇല്ലാതായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലില്ല. അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത്. വഞ്ചനയുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത്. ഞാനല്ല, നീ തന്നെയാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്. നിന്റെ അധരം തന്നെ നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു. നീയാണോ ആദ്യത്തെ മനുഷ്യൻ? പർവ്വതങ്ങൾക്ക് മുൻപേ നീ ജനിച്ചുവോ? ദൈവത്തിൻ്റെ ആലോചനാ സഭയിലെ വിചിന്തനങ്ങൾ നീ കേട്ടിട്ടുണ്ടോ? ജ്ഞാനം മുഴുവൻ നീ കൈയടക്കി വച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്താണ് നിനക്കറിയാവുന്നത്? ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? നരബാധിച്ചവരും വൃദ്ധരും ഞങ്ങളുടെ ഇടയിലുണ്ട്. അവർക്ക് നിന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട്. ദൈവത്തിൻ്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണോ? എന്തുകൊണ്ടാണ് നീ വികാരാധീനനാകുന്നത്? എന്തിനാണ് നിന്റെ കണ്ണുകൾ ജ്വലിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപം അഴിച്ചുവിടുന്നത്? ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്തുകൊണ്ട്? മനുഷ്യന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ? തൻ്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല. മ്ലേച്ഛനും നീചനും വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ വ്യക്തമാക്കി തരാം. ഞാൻ കണ്ടിട്ടുള്ളവ ഞാൻ വിശദമാക്കാം. ജ്ഞാനികൾ പറഞ്ഞതും അവരുടെ പിതാക്കന്മാർ ഒളിച്ചു വെക്കാതിരുന്നതും തന്നെ. അവർക്ക് മാത്രമാണ് ദേശം നൽകിയത്. അന്യരാരും അവരുടെ ഇടയിലൂടെ കടന്നുപോയില്ല. ദുഷ്ടൻ ജീവിതകാലം മുഴുവൻ അധർമ്മിക്ക് വിധിച്ച നാളുകൾ തികയുവോളം വേദനയിൽ പുളയുന്നു. ഭീകര ശബ്ദങ്ങൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. ഐശ്വര്യകാലത്ത് വിനാശകൻ അവൻ്റെ മേൽ ചാടി വീഴുന്നു. അന്ധകാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. വാളിനിരയാകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ആഹാരം എവിടെ എന്ന് തിരക്കി അവൻ അലയുന്നു. അന്ധകാരത്തിൻ്റെ ദിനം ആസന്നമായെന്ന് അവൻ അറിയുന്നു. ദുഃഖവും തീവ്രവേദനയും അവനെ ഭീതിപ്പെടുത്തുന്നു. യുദ്ധസന്നദ്ധനായ രാജാവിനെ പോലെ അവ അവനെ കീഴടക്കുന്നു. എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈ ഉയർത്തുകയും സർവശക്തനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത പരിചയമേന്തി ധിക്കാരപൂർവം അവിടുത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ മുഖവും അരയും മേധസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു. വിജനമാക്കപ്പെട്ട നഗരങ്ങളിലും ആളൊഴിഞ്ഞ പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട്. നാശത്തിന് ഒഴിഞ്ഞിട്ടിരുന്നവയാണ് അവ. അവൻ സമ്പന്നനാവുകയില്ല. അവൻ്റെ ധനം നിലനിൽക്കുകയില്ല. അവൻ ഭൂമിയിൽ വേരുപിടിക്കുകയുമില്ല. അവന് അന്ധകാരത്തിൽ നിന്ന് മോചനമില്ല. അഗ്നിജ്വാലകൾ അവൻ്റെ ശാഖകളെ ഉണക്കിക്കളയും. അവൻ്റെ പുഷ്പങ്ങൾ കാറ്റിൽ പറത്തിക്കളയും. തന്നെ തന്നെ വഞ്ചിച്ച് അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത്. ശൂന്യതയായിരിക്കും അവൻ്റെ പ്രതിഫലം. അവൻ്റെ സമയമാകുന്നതിന് മുൻപ് തന്നെ അവന് ഇത് ഭവിക്കും. അവൻ്റെ ശാഖകൾ ഒരിക്കലും തളിർക്കുകയില്ല. മുന്തിരിച്ചെടിയുടേതുപോലെ അവൻ്റെ അപക്വഫലങ്ങൾ കൊഴിയും. ഒലിവ മരത്തിൻ്റേതെന്ന പോലെ അവൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകും. എന്തെന്നാൽ അധർമ്മികളോട് സംഘം ചേരുന്നത് നിഷ്ഫലമായിരിക്കും. കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാകും. അവർ ദ്രോഹം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു. അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു. 16-ാം അധ്യായം. ജോബിൻ്റെ മറുപടി. ജോബ് പറഞ്ഞു, ഇതൊക്കെ മുൻപും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ്. പൊള്ളവാക്കുകൾക്ക് അറുതിയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത്? നീ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിന്നെപ്പോലെ സംസാരിക്കാൻ എനിക്കും കഴിയുമായിരുന്നു. നിനക്കെതിരെ സംസാരിക്കാനും നിന്നെ പരിഹസിക്കാനും എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ എൻ്റെ സംസാരം കൊണ്ട് നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുമായിരുന്നു. സാന്ത്വന വാക്കുകൾ കൊണ്ട് നിന്റെ വേദന ലഘൂകരിക്കുമായിരുന്നു. ഞാൻ സംസാരിച്ചതുകൊണ്ട് എൻ്റെ വേദന ശമിക്കുന്നില്ല. മിണ്ടാതിരുന്നാലും അതെന്നെ വിട്ടുമാറുന്നില്ല. ദൈവം ഇപ്പോൾ എന്നെ തളർത്തിയിരിക്കുകയാണ്. എൻ്റെ സ്നേഹിതന്മാരെയും അവിടുന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. അവിടുന്ന്
എന്നെ എല്ലും തോലുമാക്കിയിരിക്കുന്നു. അത് എൻ്റെ മുഖത്ത് നോക്കി എനിക്കെതിരെ സാക്ഷ്യം നൽകുന്നു. അവിടുന്ന് എന്നെ വെറുക്കുകയും തൻ്റെ ക്രോധത്തിൽ എന്നെ ചീന്തിക്കളയുകയും ചെയ്തു. അവിടുന്ന് എൻ്റെ നേരെ പല്ലിറുമ്മി. ശത്രു എന്നെ തീക്ഷ്ണമായി നോക്കുന്നു. മനുഷ്യർ എൻ്റെ നേരെ വാ പിളർന്നു. അവർ ഗർവോടെ എൻ്റെ മുഖത്തടിച്ചു. എനിക്കെതിരെ അവർ സംഘം ചേരുന്നു. അധർമ്മികൾക്ക് അവിടുന്ന് എന്നെ വിട്ടുകൊടുക്കുന്നു. ക്രൂരന്മാരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ സ്വസ്ഥമായി വസിച്ചിരുന്നു. അവിടുന്ന് എന്നെ തകർത്തു. അവിടുന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ച് ചിതറിച്ചു. അവിടുന്ന് എൻ്റെ നേരെ ഉന്നം വച്ചിരിക്കുന്നു. അവിടുത്തെ വില്ലാളികൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എൻ്റെ ആന്തരാവയവങ്ങളെ കരുണയില്ലാതെ പിളർക്കുന്നു. അവിടുന്ന് എൻ്റെ പിത്തനീര് ഒഴുക്കിക്കളയുന്നു. അവിടുന്ന് എന്നെ ആവർത്തിച്ച് മർദ്ദിച്ചു തകർക്കുന്നു. പടയാളിയെപ്പോലെ അവിടുന്ന് എൻ്റെ മേൽ ചാടി വീഴുന്നു. ശരീരത്തിന് ഞാൻ ചാക്കുവസ്ത്രം തുന്നിയിരിക്കുന്നു. എൻ്റെ നെറ്റി പൊടിയിലാണ്ടിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖം ചെമന്നു. എൻ്റെ കൺപോളകളിൽ അന്ധകാരം കുടിയിരിക്കുന്നു. എൻ്റെ കൈകൾ അക്രമം പ്രവർത്തിച്ചിട്ടില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ്. ഭൂമി എൻ്റെ രക്തം മറച്ചു കളയാതിരിക്കട്ടെ. എൻ്റെ വിലാപം അവസാനിക്കാതിരിക്കട്ടെ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാർ ഉന്നതത്തിലും ഇരിക്കുന്നു. സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരൻ്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നുപോകും. 17-ാം അധ്യായം. എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു. എൻ്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു. ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. പരിഹാസകർ എന്നെ വളയുന്നു. അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ. മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? അങ്ങ് തന്നെ അവരുടെ ബോധത്തെ അന്ധമാക്കിയതുകൊണ്ട് എന്നെ ജയിക്കാൻ അവരെ അനുവദിക്കരുതേ. സ്നേഹിതൻ്റെ സ്വത്തിൽ പങ്കു കിട്ടാൻ വേണ്ടി അവനെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ സന്തതികളുടെ കണ്ണ് അന്ധമായി പോകും. അവിടുന്ന് എന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി തീർത്തു. ആളുകൾ എൻ്റെ മുഖത്ത് തുപ്പുന്നതിനിടയാക്കുന്നു. ദുഃഖാധിക്യത്താൽ എൻ്റെ കണ്ണുകൾ മങ്ങി. എൻ്റെ അവയവങ്ങൾ നിഴൽ പോലെയായി. ഇത് കണ്ട് നീതിമാന്മാർ പരിഭ്രാന്തരായി തീരുന്നു. നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു. നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി കരുത്തു നേടുന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നാലും നിങ്ങളിൽ ഒരു ജ്ഞാനിയും ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ദിനങ്ങൾ കടന്നുപോയി. എൻ്റെ പദ്ധതികളും ഹൃദയാഭിലാഷങ്ങളും തകർന്നു. അവർ രാത്രിയെ പകലാക്കുന്നു. പ്രകാശം അന്ധകാരത്തോടടുത്തിരിക്കുന്നു എന്ന് അവർ പറയുന്നു. പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ, അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിക്കുന്നുവെങ്കിൽ, ശവക്കുഴിയോട് നീ എൻ്റെ പിതാവാണ് എന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയാണ് സഹോദരിയാണ് എന്നും പറയുന്നുവെങ്കിൽ, എൻ്റെ പ്രതീക്ഷ എവിടെ? എൻ്റെ പ്രത്യാശ ആരു കാണും? അത് പാതാള കവാടം വരെ എത്തുമോ? പൊടിയിലേക്ക് എന്നോടൊത്ത് വരുമോ? 18-ാം അധ്യായം. ബിൽദാദ് വീണ്ടും സംസാരിക്കുന്നു. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, എത്ര നേരം നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും? നീ ശ്രദ്ധിക്കുമെങ്കിൽ ഞങ്ങൾ പറയാം. എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നു? എന്തുകൊണ്ട് ഭോഷന്മാരായി ഞങ്ങളെ കണക്കാക്കുന്നു? കോപാവേശത്താൽ തന്നെ ചീന്തിക്കളയുന്ന നിനക്ക് വേണ്ടി ഭൂമി പരിത്യക്തമാകണമോ? പാറയെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമോ? ദുഷ്ടന്റെ പ്രകാശം കെടുത്തിയിരിക്കുന്നു. അവൻ്റെ അഗ്നി ജ്വലിക്കുന്നില്ല. അവൻ്റെ കൂടാരത്തിൽ പ്രകാശം ഇരുളായി മാറിയിരിക്കുന്നു. അവന് മുകളിലുള്ള ദീപം കെടുത്തിയിരിക്കുന്നു. ദൃഢമായിരുന്ന അവൻ്റെ പാദങ്ങൾ ഇപ്പോൾ പതറുന്നു. അവൻ്റെ പദ്ധതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു. അവൻ നടന്നു ചെന്ന് വലയിൽ കുടുങ്ങുന്നു. അവൻ ചതിക്കുഴിയുടെ മീതെയാണ് നടക്കുന്നത്. കുരുക്ക് അവൻ്റെ കുതികാലിൽ വീഴുന്നു. അവൻ കുടുക്കിൽ അകപ്പെടുന്നു. അവനെ കുടുക്കാൻ തറയിൽ കയർ ഒളിച്ചു വച്ചിരിക്കുന്നു. പാതയിൽ ഒരു കെണിയും. എല്ലാ വശത്തും നിന്ന് കൊടും ഭീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു. വിശപ്പുകൊണ്ട് അവൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. വിനാശം അവൻ്റെ ഇടർച്ച കാത്തിരിക്കുന്നു. രോഗം അവൻ്റെ ചർമ്മത്തെ കാർന്നു തിന്നുന്നു. മൃത്യു അവൻ്റെ അവയവങ്ങളെയും. അവൻ ആശ്രയിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ചു മാറ്റപ്പെടും. ഭീകരതയുടെ രാജാവിൻ്റെ അടുത്തേക്ക് അവൻ നയിക്കപ്പെടും. അന്യർ അവൻ്റെ കൂടാരത്തിൽ വസിക്കും.
അവൻ്റെ ഭവനത്തിന്മേൽ ഗന്ധകം വർഷിക്കപ്പെടും. അവൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകും, അവൻ്റെ ശാഖകൾ വാടിയുണങ്ങും. ഭൂമിയിൽ നിന്ന് അവൻ്റെ സ്മരണ മാഞ്ഞു പോകും. തെരുവീഥിയിൽ അവൻ്റെ പേര് ഇല്ലാതാകും. പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവനെ തള്ളിയിടുകയും ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും. സ്വജനത്തിൻ്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കുകയില്ല. അവൻ്റെ പാർപ്പിടത്തിൽ ആരും അവശേഷിക്കുകയില്ല. അവൻ്റെ ദിനം കണ്ട് പടിഞ്ഞാറുള്ളവർ പരിഭ്രാന്തരാകും, കിഴക്കുള്ളവർ സംഭീതരാകും. അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും.